റെന്റ് കാർ മേഖലയിലെ സ്വദേശീവൽക്കരണത്തിന് 2 ദിവസം മാത്രം. ആവശ്യത്തിന് സ്വദേശികളെ ലഭിക്കാത്ത പ്രതിസന്ധി കാരണം റെന്റ് കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. സ്വദേശി യുവാക്കളെ യോഗ്യരാക്കാൻ തൊഴിൽ മന്ത്രാലയം പ്രത്യേക പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. സൗദി റെന്റ് കാർ മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റെന്റ് കാർ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. പരിചയസമ്പന്നരും സന്നദ്ധരുമായ സ്വദേശി ജോലിക്കാരെ സമയത്ത് ലഭിക്കാത്തതാണ് സ്ഥാപന ഉടമകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. 2 ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ സ്വദേശി യുവാക്കൾ സന്നദ്ധമാവാത്തതാണ് ഇതിന് മുഖ്യ കാരണം. പെരുന്നാൾ അവധി ദിനങ്ങൾ, വാരാന്ത ഒഴിവു ദിനങ്ങൾ തുടങ്ങി പൊതു അവധി ദിനങ്ങളിൽ റെന്റ് കാർ മേഖല സജീവമാകുമെന്നതിനാൽ ഈ ദിനങ്ങളിലും ജോലി ചെയ്യാൻ സ്വദേശി ജോലിക്കാർ തയ്യാറാകേണ്ടി വരും. ഇത്തരം സന്നദ്ധതയില്ലായ്മയും ജോലിക്കാരെ ആവശ്യത്തിന് ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നുണ്ട്. ജോലിക്ക് തയ്യാറായി വരുന്ന സ്വദേശികൾക്ക് റെന്റ് കാർ തൊഴിൽ മേഖലയിലുള്ള പരിചയക്കുറവാണ് മറ്റൊരു പ്രതിസന്ധി. ഞായറാഴ്ച മുതലാണ് ഈ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരുന്നത്. ഈ സാഹചര്യത്തിലാണ് അവസ്ഥ ശരിപ്പെടുത്താനും സ്വദേശികളെ നിയമിക്കാനും സാധിക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. നിയമലംഘനത്തിന്റെ പിഴയും ശിക്ഷയും ഒഴിവാക്കാനാണ് നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ സ്ഥാപനങ്ങൾ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. മീഡിയ 1 റിയാദ്. ഷാർജയിലെ നിർണിത കേന്ദ്രങ്ങളിൽ അവധി ദിവസങ്ങളിലും ആഘോഷ ദിനങ്ങളിലും അനുവദിച്ച സൗജന്യ വാഹന പാർക്കിംഗ് നിർത്തലാക്കും. തിരക്കേറിയ പ്രധാന കേന്ദ്രങ്ങളിൽ ഇനി അവധി ദിനങ്ങളിലും പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും. ഷാർജയിലെ പ്രധാന വിനോദ കച്ചവട കേന്ദ്രങ്ങളായ അൽ മജാസ്, അൽ ജുബൈൽ, അൽ ഷുവാഹൈൻ തുടങ്ങിയ ജനനിബിഡ പ്രദേശങ്ങളാണ് സ്ഥിരം പെയ്ഡ് പാർക്കിംഗ് മേഖലകളായി മാറുക. ഏതൊക്കെ ഭാഗങ്ങളിൽ സൗജന്യ പാർക്കിംഗ് നിർത്തലാക്കിയിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം പാർക്കിംഗുമായി ബന്ധപ്പെട്ട ബോർഡുകളിലും നഗരസഭ മാറ്റങ്ങൾ വരുത്തി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയതായി പബ്ലിക് പാർക്കിംഗ് വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. അവധി ദിനങ്ങൾ പ്രമാണിച്ച് അനുവദിക്കുന്ന സൗജന്യ പാർക്കിംഗ് മുതലാക്കി പലരും ദിവസങ്ങളോളം തന്നെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ ലഭിച്ച പരാതികൾ കൂടി മുൻനിർത്തിയാണ് പുതിയ നടപടി. വാരാന്ത്യ ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലും സമീപത്തെ ബോർഡ് വായിച്ചു നോക്കി വേണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മീഡിയ 1 ഷാർജ. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ UAEക്ക് 20ാം സ്ഥാനം. അറേബ്യൻ രാജ്യങ്ങളിൽ UAE ആണ് പട്ടികയിൽ ഏറ്റവും മുന്നിൽ. ലോകത്തെ 156 രാജ്യങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായം താരതമ്യം ചെയ്ത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ പഠന സമിതിയാണ് പട്ടിക തയ്യാറാക്കിയത്. അറേബ്യൻ മേഖലാടിസ്ഥാനത്തിൽ ഖത്തർ, സൗദി, ബഹ്റൈൻ, കുവൈത്ത് രാജ്യങ്ങൾ യഥാക്രമം 2 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിലെത്തി. ആഗോളാടിസ്ഥാനത്തിൽ ഖത്തർ 32, സൗദി 33, ബഹ്റൈൻ 43, കുവൈത്ത് 45 സ്ഥാനങ്ങളിലാണുള്ളത്. ജനങ്ങളുടെ ആളോഹരി വരുമാനം, സാമൂഹിക പരിചരണം, ശരാശരി ആയുസ്, സാമൂഹിക സ്വാതന്ത്ര്യം, കുറ്റകൃത്യങ്ങളുടെ കുറവ് തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പരിഗണിക്കപ്പെട്ടത്. ഫിൻലാൻഡാണ് സന്തോഷകാര്യത്തിൽ ലോകതലത്തിൽ 1ാം സ്ഥാനത്ത്. ഏറ്റവും പിന്നിൽ ആഫ്രിക്കൻ രാജ്യമായ ബുറുണ്ടിയാണ്. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തുണ്ടായിരുന്ന നോർവേ ഇക്കുറി 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഫിൻലാൻഡിനും നോർവേക്കും പുറമെ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, കാനഡ, ന്യൂസിലാൻഡ്, സ്വീഡൻ, ഓസ്ട്രേലിയ രാജ്യങ്ങളാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ. ഇന്ത്യക്ക് 133ാം സ്ഥാനമാണ് പട്ടികയിൽ. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ 75, ചൈന 86, നേപ്പാൾ 101, ബംഗ്ലാദേശ് 115, ശ്രീലങ്ക 116, മ്യാൻമാർ 130, അഫ്ഗാനിസ്ഥാൻ 145 സ്ഥാനങ്ങളിലാണുള്ളത്. മീഡിയ 1 ദുബായ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീ വർദ്ധിപ്പിച്ചതായി വിമാനത്താവള വക്താവ് വ്യക്തമാക്കി. ആദ്യ മണിക്കൂറിന് 5 മുതൽ 10 ദിർഹം വരെയാണ് കൂട്ടിയത്. ദീർഘനേര പാർക്കിങ്ങിന് ആദ്യ മണിക്കൂറിന് 20 ദിർഹം ആയിരിക്കുന്നത് 25 ആയാണ് ഉയർത്തിയത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുലർ സംഘം നാളെ ഖമീസ്, മുഷൈത്ത്, ബിഷ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. ഖമീസ് മുഷൈത്തിൽ കിങ് സൗദ് റോഡിലുള്ള VFS സെന്ററിലും ബിഷയിൽ റംദാൻ ഹോട്ടലിലും സംഘം ക്യാമ്പ് ചെയ്യും. രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ സേവനം ലഭ്യമായിരിക്കും. സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനും പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾക്കും സംഘവുമായി ബന്ധപ്പെടാവുന്നതാണ്. പരാതികളും നിർദ്ദേശങ്ങളും മറ്റ് തൊഴിൽ ക്ഷേമ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ലിഖിത രൂപത്തിൽ സംഘത്തിന് കൈമാറാവുന്നതാണെന്നും കോൺസുലേറ്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. പരിശോധനയ്ക്ക് വിധേയമാകാതെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച കേസിൽ 84 തൊഴിലാളികൾ വിചാരണയിൽ. 76 പുരുഷന്മാർക്കും 6 സ്ത്രീകൾക്കുമെതിരെയാണ് അബുദാബി പ്രാഥമിക ക്രിമിനൽ കോടതിയിൽ വിചാരണ നടക്കുന്നത്. വ്യാജരേഖകൾ നൽകിയിരിക്കുന്ന ഏജന്റുമാർ, ബ്രോക്കർമാർ തുടങ്ങിയവരും വിചാരണ നേരിടുകയാണ്.
1200 മുതൽ 2000 ദിർഹം വരെ ഈടാക്കിയാണ് ഇവർ ആവശ്യക്കാർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു കൊടുത്തിരുന്നത്. സർട്ടിഫിക്കറ്റ് പേപ്പറുകളും മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിന്റെ സ്റ്റാമ്പുകളും വ്യാജമായി നിർമ്മിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. പ്രതികളിൽ കൂടുതലും ഏഷ്യക്കാരാണ്. ഒരു ഏഷ്യക്കാരി സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എമിറേറ്റ് ഐഡന്റിറ്റി അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത്. നേരത്തെ മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ട പലരും ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ പ്രതികളിൽ ഭൂരിഭാഗം പേരും കുറ്റം നിഷേധിച്ചു. ഔദ്യോഗിക മെഡിക്കൽ സെന്ററുകളിൽ ആവശ്യമായ പരിശോധന നടത്തിയാണ് കമ്പനി പ്രതിനിധികൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. തങ്ങൾക്ക് അസുഖങ്ങളില്ലെന്നും പരിശോധനയ്ക്ക് വിധേയരാകാൻ സന്നദ്ധരാണെന്നും ഇവർ പറയുന്നു. ഏജന്റുമാർ മുഖേനയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതെന്ന് കുറ്റം സമ്മതിച്ചവർ വ്യക്തമാക്കി. പകർച്ചരോഗമുള്ളതിനാൽ രാജ്യത്തു നിന്ന് കയറ്റി അയക്കുമെന്ന് ഭയന്നാണ് ഇപ്രകാരം ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. കേസ് ഏപ്രിലിലേക്ക് നീട്ടിവെച്ചു. മീഡിയ 1 അബുദാബി. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം വാർഷികാഘോഷ ദിനം സംഘടിപ്പിക്കുന്നു. മാർച്ച് 16 വെള്ളിയാഴ്ച വക്രിലെ DPS ഇന്ത്യൻ സ്കൂളിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക. ICBF-ഉമായി സഹകരിച്ചു വരുന്ന സാമൂഹ്യ പ്രവർത്തകരെയും കൂട്ടായ്മകളെയും ചടങ്ങിൽ ആദരിക്കും. സ്ഥാപക നേതാക്കളിൽ ഒരാളായ M. കാഞ്ചാനി സ്മാരക പുരസ്കാരവും ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരവും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ സ്ഥാനപതി P. കുമരൻ മുഖ്യാതിഥിയാകും. തുടർന്ന് ദോഹയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന മ്യൂസിക് ബാലെ അരങ്ങേറും. തലസ്ഥാനത്തിന്റെ ഷോപ്പിംഗ് സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ മാൾ ഓഫ് ട്രാവൻകൂർ യാഥാർത്ഥ്യമാകുന്നു. മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് മാൾ ഓഫ് ട്രാവൻകൂർ ഒരുങ്ങുന്നത്. ഈ മാസം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷോപ്പിംഗ് മാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം ഈഞ്ചക്കലിലാണ് മാൾ ഓഫ് ട്രാവൻകൂർ നിർമ്മിച്ചിരിക്കുന്നത്. 7 ഏക്കർ ഭൂമിയിൽ 6.5 ലക്ഷം ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് മാൾ ഒരുക്കിയിരിക്കുന്നത്. 7 മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ മാളിലുണ്ട്. 1000 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനാകും. 2000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഒരു ഷോപ്പിംഗ് അനുഭവം അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. കൂടുതൽ പെട്ടിക്കട വരെ ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 50 റുപ്യ 100 റുപ്യ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരാൾക്കും മോളിൽ വരാൻ പറ്റുന്ന രീതിയിലാണ് മോളിൻ്റെ ഷോപ്പുകളും ഡീറ്റെയിലും ഒക്കെ തന്നെ. അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കൊപ്പം ലാഫിംഗ് ക്ലബ്, യോഗ സെന്റർ എന്നിവയും മാളിലുണ്ടാകും. മാളിന് പുറത്ത് വ്യത്യസ്ത ജ്യൂസുകളുമായി തട്ടുകടകളും ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ പ്രകൃതിയോട് ഇണങ്ങിയാണ് മാൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. കരവിരുതിൽ വിരിഞ്ഞ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ജിദ്ദയിൽ സംഘടിപ്പിച്ച ട്രാഷ് ടു ക്രാഫ്റ്റ് മത്സരവും പ്രദർശനവും ശ്രദ്ധേയമായി. പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച വിവിധ കരകൗശല വസ്തുക്കൾ കാഴ്ചക്കാരിൽ ഏറെ കൗതുകമുണ്ടാക്കി. ഫോക്കസ് ജിദ്ദ ചാപ്റ്റർ ആയിരുന്നു പരിപാടിയുടെ സംഘാടകർ. ഉപയോഗം കഴിഞ്ഞ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാൻ വരട്ടെ, അത്തരം വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പലതരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്ന് കാണിച്ചു തരുന്നതായിരുന്നു ജിദ്ദയിൽ നടന്ന ട്രാഷ് ടു ക്രാഫ്റ്റ് മത്സരവും പ്രദർശനവും. മുട്ടട്രേ കൊണ്ടുള്ള ക്ലോക്ക്, ടിഷ്യൂ പേപ്പറും ഉള്ളിത്തൊലിയും ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ പൂക്കൾ, മരത്തിന്റെ ചിപ്പിളി, പഴയ മാഗസിനുകൾ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കൊളാഷ് ചിത്രങ്ങൾ, പഴയ സോക്സുകളും ടവലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ചവിട്ടികൾ, ടിന്നുകൾ, ചണനാരുകൾ, കുപ്പി അടപ്പുകൾ തുടങ്ങിയവയിൽ തീർത്ത വ്യത്യസ്തങ്ങളായ അലങ്കാര വിളക്കുകൾ. ന്യൂസ് പേപ്പറുകളിൽ തീർത്ത പൂക്കൊട്ടകളും പേസുകളും, കുപ്പികൾ, സീഡികൾ, ഇൻസുലിൻ പേനകൾ, ഞണ്ടുകളുടെ തോട് തുടങ്ങിയ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ വിവിധ കരകൗശല വസ്തുക്കൾ നൂറുകണക്കിന് കാഴ്ചക്കാരിൽ വിസ്മയവും കൗതുകവും തീർത്തു. അമിതവ്യയമരുത് എന്നർത്ഥം വരുന്ന ലാ തുസ്രിഫു ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഫോക്കസ് ജിദ്ദ ചാപ്റ്റർ പരിപാടി സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ഫർസാന മുബാറക്, ഫൗസിയ കാസിം, അനീസ അബ്ദുൽ ജലീൽ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. കുട്ടികളെ ജൈവകൃഷി പരിചയപ്പെടുത്തി അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾ മാതൃകയാകുന്നു. മരുഭൂമിയിൽ ടൺ കണക്കിന് മുന്തിരിയും ചോളവും പച്ചക്കറിയും വിളയിച്ച വിദ്യാലയം ഇത്തവണ തക്കാളി വിളവെടുപ്പിലാണ്. അജ്മാനിലെ സ്കൂൾ വളപ്പിൽ തന്നെയാണ് തക്കാളികൾ വിളഞ്ഞു നിൽക്കുന്ന ഈ ദൃശ്യം.
ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനിലൂടെയായിരുന്നു തക്കാളി ശേഖരം രൂപപ്പെടുത്തിയത്. അധ്യാപകരും കുട്ടികളും മാത്രമല്ല രക്ഷിതാക്കളും ഒരുമിച്ചതിന്റെ വിജയം കൂടിയാണിത്. ഇതെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളും കൂടി ഇതിൽ ഇൻവോൾവ് ആകുമ്പോൾ കുട്ടികൾക്ക് ഈ പച്ചക്കറീനെ പറ്റിയിട്ടും എല്ലാം കൂടുതലായിട്ട് അറിയാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 400 കിലോയിലേറെ തക്കാളി വിളവെടുക്കാൻ സാധിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് എല്ലാവരും. താപനില ക്രമീകരിച്ചുള്ള രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. പലതരം വിളകൾ മാറി മാറി പരീക്ഷിച്ച് അതിലൊക്കെ വിജയം നേടുന്നതായി കാർഷിക അധ്യാപിക പ്രതിഭ പറയുന്നു. 100 കിലോ കഴിഞ്ഞ ആഴ്ച പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 300 കിലോളം ഞങ്ങളിവിടെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഫ്രൂട്ടിങ് കാണും. തീർത്തും ജൈവ കാർഷികോൽപ്പന്നങ്ങൾ മാത്രം മതിയെന്ന തീരുമാനത്തിലും മാറ്റമില്ല. തക്കാളിക്ക് പിന്നാലെ ഇനി സ്ട്രോബെറിയും പച്ചമുളകുമൊക്കെ വിളയിച്ചെടുക്കാനുള്ള തിടുക്കത്തിലായിരിക്കും ഇനി വിദ്യാർത്ഥികൾ. ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം MC നസർ, മീഡിയ 1, അജ്മാൻ. കോഴിക്കോട് സമാപിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിജയാഘോഷം ദോഹയിൽ നടന്നു. ഖത്തറിലെ വോളിബോൾ പ്രേമികളുടെ കൂട്ടായ്മയായ വോളിക്സ് സംഘടിപ്പിച്ച പരിപാടി മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനാൻസ് കൺവീനർ കൂടിയായ വോളിക് ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ്, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് നീലാംശു ഡേ, മുൻ കേരള ടീം ക്യാപ്റ്റൻ ഹഫീസ് മുഹമ്മദ് ഈസ, ഇന്റർനാഷണൽ വോളിബോൾ റഫറി മനോജ് കുമാർ, കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ അംഗം ബഷീർ പട്ടാര, മുൻ യൂണിവേഴ്സിറ്റി താരം ജിതേഷ്, റസാഖ് റോത്താന, ഗൾഫ് സ്റ്റാർ മേധാവി നവീദ് അബ്ദുള്ള കോളോത്ത്, ഒമാനിലെ ഏറ്റവും വലിയ അക്വാപോണിക് കൃഷിത്തോട്ടം ബർക്ക അൽ ഫുലൈജിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽ അർഫാൻ ഫാമിംഗ് എന്ന പേരിലുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ കാർഷിക ഫിഷറീസ് മന്ത്രി ഡോക്ടർ ഫൗദ് ബിൻ ജാഫർ അൽ സജ്വാനി നിർവഹിച്ചു. മിഡിൽ ഈസ്റ്റിലെ മൂന്നാമത്തെ വലിയ അക്വാപോണിക്സ് പദ്ധതിയാണ് ഇത്. പ്രത്യേകം തയ്യാറാക്കിയ ടാങ്കുകളിൽ വളർത്തുന്ന മത്സ്യങ്ങൾ, ജലത്തിൽ വളർത്തുന്ന പച്ചക്കറികളും സസ്യങ്ങളും അടങ്ങിയതാണ് പദ്ധതി. മത്സ്യ ടാങ്കിൽ നിന്നുള്ള ജലമാണ് പച്ചക്കറികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. കീടനാശിനിയും രാസവളവും ഇല്ലാതെയാണ് കൃഷി എന്നതിനാൽ ശുദ്ധമായ ജൈവ ഉൽപ്പന്നമാണ് ഇതിൽ നിന്നും ലഭിക്കുക. രാജ്യത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് ഈ പദ്ധതിയെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പറഞ്ഞു. CPMകാർക്കിടയിൽ മുസ്ലിം സമൂഹം അരക്ഷിതമാണെന്ന KM ഷാജിയുടെ വാദം ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ പറഞ്ഞു. ത്രിപുരയിലെ തോൽവി CPMന്റെ പൂർണ്ണ പരാജയമാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്ന KM ഷാജി MLAയുടെ പരാമർശത്തെ പാർട്ടി ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ നിരാകരിക്കുകയായിരുന്നു. CPM area in Kerala, they are insecure. No, I don't believe that. Anyone who belongs to Marxist party commits a crime. That crime is a crime, whether it is done by Marxist or atheist, but that criminal should be punished. ത്രിപുരയിൽ കമ്മ്യൂണിസം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാനാവില്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയിച്ചുവെങ്കിലും അതൊരു ആശയപരമായ വിജയമല്ലെന്നും ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ BJPക്ക് ഒരിക്കലും ആവില്ലെന്നും പ്രൊഫസർ ഖാദർ മൊയ്തീൻ പറഞ്ഞു. We can't say communism failed in Tripura. In the election they have failed. Due to, we can say, the strategic victory of BJP. It is not, I would say, the ideological victory of BJP in Tripura. ആഭ്യന്തരമായും വൈദേശികമായും ഇന്ത്യ ഒറ്റപ്പെടുകയാണെന്നും ഇത് ആശങ്കയുണ്ടാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, ദോഹ. ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് വിമാനത്താവളങ്ങളിൽ ലഗേജ് മോഷണം പതിവാക്കിയ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർ പറയുന്നു. കയ്യിൽ കരുതുന്ന ബാഗിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ഇവർ നൽകുന്ന നിർദ്ദേശം. ലഗേജിൽ നിന്ന് സാധനങ്ങൾ നഷ്ടമായാലും വിമാനം വൈകിയാലും പഴി കേൾക്കുന്നത് നാട്ടിലെ എയർപോർട്ട് ജീവനക്കാർക്കാണ്. ഇതിനൊരു തിരുത്തു നൽകുകയാണ് കുവൈത്തിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജറായ സുബൈർ മുസ്ലിയാരകത്ത്. ബാഗേജ് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ബേസ്മെന്റിൽ കൺവെയർ ബെൽറ്റിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് അത് ഫ്ലൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്തിന്റെ ഇടയ്ക്ക് പോർട്ടർമാരും ഒക്കെ അടങ്ങിയ ഒരു സംഘം ഇത് മാറ്റുകയാണ്. അതൊരു പെട്ടിയിൽ 10-50 ഫോൺ ഉണ്ടെങ്കിൽ അതിന് 25 മറ്റോ അടിച്ച് മാറ്റണം. മുഴുവൻ ഉണ്ടാകില്ല. കോഴിക്കോട് എത്തുമ്പോൾ പകുതി ഉണ്ടാവില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ദുബായ് എയർപോർട്ടിൽ ഉണ്ടാകുമായിരുന്ന ഒരു സംഗതിയാണ്. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രവാസികൾ എന്തു ചെയ്യണം? ഹാൻഡ് ബാഗിൽ ഒരിക്കലും 7 കിലോ കൂടുതൽ കയ്യിൽ വെക്കരുത്. ഹാൻഡ് ബാഗിൽ 7 കിലോ കൂടുതലാകുമ്പോഴാണ്
അത് എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് നേരെ ഉള്ളിലേക്ക് പിന്നെ കാർഗോ ഇടുന്ന ബെല്ലിയിലേക്ക് പോകുന്നത്, അവർ വാങ്ങിയിട്ട് അതിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ വില കൂടിയ സാധനങ്ങൾ ഒരിക്കലും ഹാൻഡ് ബാഗിലല്ല കൊണ്ടുപോകരുത്. ഹാൻഡ് ബാഗിൽ ഒരിക്കലും പിന്നെ കാർഗോ ഹോൾഡിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കരുത്. ഗൾഫ് എയർ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളിൽ ദീർഘകാലം സേവനം ചെയ്ത അനുഭവത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.